ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് പറയാം. വെള്ളരിക്ക ഒരു മുറി തോലോടുകൂടിയാണ് ഞാൻ മുറിച്ചിട്ടേക്കുന്നത്. സാധാരണ ഞങ്ങളൊക്കെ തോലോടുകൂടി തന്നെയാണ് മുറിക്കാറ്. ഈ കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ളരിക്ക ചിലപ്പോൾ കട്ടി തോലല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ തോലെടുത്ത് കളയാം. വഴുതിരിങ്ങ ചെറിയൊന്ന് നീളത്തിൽ മുറിച്ചത്, ക്യാരറ്റ് അതേപോലെ തന്നെ നീളത്തിൽ മുറിച്ചത് ഒരു ചെറിയൊന്ന്, പച്ചക്കായ ഒന്ന് നീളത്തിൽ മുറിച്ചത്, പടവലങ്ങ ഒരു മുറി നീളത്തിൽ മുറിച്ചത്, ചേന ഒരു കഷ്ണം നീളത്തിൽ മുറിച്ചത്, പയറ് ഒരു 3-4 പയറ് നീളത്തിൽ മുറിച്ചത്, അച്ചിങ്ങ പയറാണ്. അതുകൂടാണ്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർക്കാം. മുരിങ്ങക്കായ, ചീരത്തണ്ട്, കോവക്ക, ചക്കക്കുരു എല്ലാം കൂടിയും ഇട്ടിട്ടും നമുക്ക് അവിയൽ ഉണ്ടാക്കാം. പക്ഷെ എനിക്കിപ്പോൾ ഇത്ര സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചാണ് അവിയൽ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ, ഉപ്പ് ഇവ രണ്ടും ആവശ്യത്തിന് ചേർക്കണം. തൈര് ഒരു അരക്കപ്പ്. ഇനി അവിയലിന് ചതച്ച് ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ശരിക്ക് ചതച്ചാൽ മതി, അരിയേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടുന്നത് ഒരു വലിയ മുറി തേങ്ങ, 1 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു അരി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഒരു 8 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോരാളെ എരിവിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം. അതുകൂടാണ്ട് ലാസ്റ്റിൽ ഇടാൻ വേണ്ടി കറിവേപ്പിലയും. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് ഞാനൊരു കട്ടിയുള്ള പാത്രത്തിൽ ആണ് ഉണ്ടാക്കേണ്ടത്. ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിരിക്കുന്നു. അതിനുശേഷം അതിലേക്ക് ഞാൻ ചേനയാണ് ആദ്യം ഇടുന്നത്. പിന്നീട് പടവലങ്ങ, അതിൻ്റെ മുകളിലായി വെള്ളരിക്ക, വഴുതിനിങ്ങ, കായ, ക്യാരറ്റ്, പയർ, അച്ചിങ്ങപ്പയർ. ഇനി ഇതിനെ അടച്ച് നമുക്ക് ചെറിയ തീയിൽ വേവിക്കാം. പകുതി വേവാകുമ്പോൾ ആവശ്യത്തിൻ്റെ ഉപ്പും 1 അരക്കപ്പ് വെള്ളവും കൂടി ചേർക്കും. ഇനി നമുക്ക് തേങ്ങ ചതക്കാൻ വേണ്ടി തേങ്ങ ഞാൻ മിക്സിയിലേക്ക് ഇടുവാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ജീരകവും എല്ലാം ചേർക്കാം. തേങ്ങ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ചതച്ചാൽ മതി, അധികം ചതയേണ്ട ആവശ്യമില്ല. ഇനി കൂടി ഞാൻ എടുക്കുവാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. മഞ്ഞൾപ്പൊടി പറയാൻ മറന്നുപോയതാണ്. അതുകൂടാണ്ട് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിക്കാം.
ഇതിപ്പം 10 മിനിറ്റ് നേരമായി ഞാൻ വേവിക്കുന്നത്. ഇതിൻ്റെ മൂടിയെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർക്കുവാണ്. ചതച്ച് വെച്ച തേങ്ങ, പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർക്കുവാണ്. ഇനി ആവശ്യത്തിന് തൈരും ചേർത്ത് തൈരിന് നല്ല പുളിയുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ അരക്കപ്പ് തൈരാണ് ചേർത്തത്. ഇത് ഓരോരാളെ പുളിക്കനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഇനി കറിവേപ്പിലയും ചേർത്ത് ഇപ്പം ഞാനിതിൽ കറിവേപ്പില ചേർത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 2 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ചേർത്തിട്ട് തീ ഓഫാക്കാം. അങ്ങനെ ഇപ്പം നോക്കി നന്നായിട്ട് നമ്മുടെ അവിയൽ ശരിയായിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ അവിയൽ റെഡിയായിരിക്കുകയാണ്. കുക്കിംഗ് വിത്ത് അച്ചു എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം.